സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ നന്മയെ ഗണ്യമാക്കാതെ മിണ്ടാതിരുന്നു. മിണ്ടിയാൽ എനിക്ക് നന്മ തിരിച്ചു പിടിക്കാം, വാദിച്ച് നേടാം. ഞാൻ മിണ്ടില്ല. ജോബ് പറയുകയാണ്, കർത്താവേ, ഞാൻ ഇത്ര നേരം മിണ്ടി, ഇനി ഞാൻ മിണ്ടുന്നില്ല. ഞാൻ കൈകൊണ്ട് പൊത്തിക്കൊള്ളുന്നു. പീലാത്തോസ് യേശുവിനോട് ചോദിച്ചു, നീ എന്താ ഒന്ന് മിണ്ടാതെ നിൽക്കുന്നേ? ഇവരെന്തെല്ലാം നിനക്കെതിരെ പറയുന്നു? സഭാപ്രസംഗി പറയുകയാണ്, മിണ്ടുവാനൊരു കാലം, മിണ്ടാതിരിക്കാനൊരു കാലം. മിണ്ടിയില്ലേ സങ്കീർത്തനക്കാരൻ? മിണ്ടി. ധ്യാനത്തിങ്കൽ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. ജോവാപൊത്തി. ദൈവം അവന് വേണ്ടി സംസാരിച്ചു. ഇന്ന് ഏറ്റവും അധികം സംസാരിക്കുന്ന ആരാണ്? യേശു കർത്താവാണ്. എല്ലാവരുടെ അകത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. വചനം തീ പോലെ, പാറയെ തകർക്കുന്ന ചുറ്റിക പോലെ പിശാചിന്റെ എല്ലാ കോട്ടകളെയും പ്ലാനുകളെയും തകർത്ത് കളയുകയാണ്. ഇരുവായ്ത്തരയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ ദൈവവചനം പടരുകയാണ്. വചനത്തിനോ ബന്ധനമില്ല.